വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പൊ നമ്മള് ഇന്നത്തെ ഈ ഒരു സെഷനില് വരാനിരിക്കുന്ന ഓവർസിയർ ഗ്രേഡ് 1 എക്സാമിന് ഹൈവേ എഞ്ചിനീയറിംഗിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനുമായിട്ടാണ്. അപ്പൊ ഈ ഒരു സെഷൻ എല്ലാവരും ഫുള്ളായിട്ട് കാണാനായിട്ട് നോക്കുക. ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ ഗ്രേഡ് 1 എക്സാമുകൾക്കും പൊതുവെ ഹൈവേ എഞ്ചിനീയറിംഗിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ചില സെലക്ടഡ് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സോ എന്താണ് ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്? It is defined as the slope of the line joining the crown and the edge of the surface. അപ്പൊ ഇതിൽ ഏതായിരിക്കും ഓപ്ഷൻ ആയിട്ട് വരിക? കേംബർ ആണോ, സൂപ്പർ എലിവേഷൻ ആണോ, ഗ്രേഡിയന്റ് ആണോ, കാരേജ് വേ ആണോ? അറിയാവുന്നതാണല്ലോ എല്ലാവർക്കും. എന്തായിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? കേംബർ ആണല്ലേ. കേംബർ നമുക്കറിയാം, ഒരു റോഡില് നമ്മുടെ വെഹിക്കിൾ പോകുന്ന ആ ഒരു പാത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? കാരേജ് വേ എന്ന് വിളിക്കാറുള്ളത്. അപ്പൊ ഈ ഒരു കാരേജ് വേ അല്ലെങ്കിൽ നമ്മുടെ റോഡില് പ്രോപ്പർ ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റോഡിന്റെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ, ഇത് റോഡാണെങ്കിൽ റോഡിന്റെ ഈ ഒരു ട്രാൻസ്വേഴ്സ് ഡയറക്ഷനില് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ലോപ്പിനെ വിളിക്കുന്ന പേരാണ് കേംബർ. അല്ലെങ്കിൽ നമുക്ക് ഇവരെ ക്രോസ് ഫോള്, അതും അല്ലെങ്കിൽ നമുക്ക് ഇവരെ ക്രോസ് സ്ലോപ്പ് എന്നൊക്കെ വിളിക്കാം. ക്രോസ് ഫോള്, ക്രോസ് സ്ലോപ്പ് എന്നൊക്കെ നമുക്ക് ഇവരെ വിളിക്കാവുന്നതാണ്. എന്തിനു വേണ്ടിയാണ് ഈ കേംബർ നമ്മൾ റോഡിൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് പറയാം? നമ്മുടെ റോഡിൽ പ്രോപ്പർ ഡ്രെയിനേജ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന കേംബർ റോഡ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ കേംബർ ഇതുപോലെയാണ് എന്റെ റോഡെങ്കിൽ എന്താ ഈ ഒരു രീതിയിലാണ് ഞാൻ റോഡിൽ കേംബർ കൊടുക്കുക. ഈ കേംബറിന്റെ ഹയസ്റ്റ് പോയിന്റിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ക്രൗൺ എന്നുള്ളത്. ക്രൗൺ എന്നാണ് ഞാൻ ഒരു പോയിന്റിനെ വിളിക്കുന്നത്. റോഡിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കേംബർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചാല് പ്രധാനമായും രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഏത് രീതിയിലുള്ള കേംബർ വേണം ഒരു റോഡിൽ കൊടുക്കാനായിട്ട് എന്ന് തീരുമാനിക്കുക. ഒന്നാമത്തെ കാര്യം അവിടുത്തെ ടൈപ്പ് ഓഫ് റെയിൻഫോള്, ആൻഡ് രണ്ടാമത്തെ കാര്യം അവിടുത്തെ ടൈപ്പ് ഓഫ് പേയ്മെന്റ്. രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു റോഡിൽ കേംബർ കൊടുക്കുന്നുണ്ടാവുന്ന എമൗണ്ട് ഓഫ് റെയിൻഫോളിനെയും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് പേയ്മെന്റിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവും. അതായത് ഒരുപാട് വാട്ടർ പെനിട്രേഷൻ നടക്കുന്ന പേയ്മെന്റ് ആണോ, അല്ലെങ്കിൽ കുറെ അധികം എമൗണ്ട് റെയിൻഫോൾ കിട്ടുന്ന പേയ്മെന്റ് ആണോ, ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഏത് തരത്തിലുള്ള കേംബർ പ്രൊവൈഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുക. അപ്പൊ നോർമലി എക്സാമില് ചോദിച്ചു കാണുന്ന ഒരു കാര്യമാണ് ബിറ്റുമിനസ് റോഡിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കേംബർ എങ്ങനെയാണെന്നുള്ളത് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ നമ്മൾ കൊടുക്കുന്നത് ഒരു ബിറ്റുമിനസ് റോഡ് ആണെങ്കിൽ ഒരു ബിറ്റുമിനസ് റോഡ് ആണെങ്കിൽ ഈ ബിറ്റുമിനസ് റോഡിൽ നമ്മൾ ഹെവി റെയിൻഫോൾ ആണെങ്കിൽ അവിടെ 2.5%, അതുപോലെ തന്നെ ലോ റെയിൻ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ 2% ആയിരിക്കും കേംബർ പ്രൊവൈഡ് ചെയ്യുക. ഈ ഒരു വാല്യൂ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. എക്സാമിന് മുമ്പ് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ബിറ്റുമിനസ് റോഡിൽ കൊടുക്കുന്ന കേംബറുടെ വാല്യൂ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഇനി കേംബർ നമുക്ക് ഏതൊക്കെ ഷേപ്പിൽ കൊടുക്കാം? നമ്മൾ 3 രീതിയിൽ കേംബർ കൊടുക്കാറുണ്ട്. ഒന്നാണ് പാരാബോളിക് കേംബർ. ഈ പാരാബോളിക് കേംബറിനെ തന്നെ നമുക്ക് എലിപ്റ്റിക്കൽ കേംബർ അല്ലെങ്കിൽ ബാരൽ കേംബർ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഫാസ്റ്റ് മൂവിംഗ് വെഹിക്കിൾസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കേംബർ ആയിട്ടാണ് നമ്മൾ പാരാബോളിക് കേംബറിനെ പറയാറുള്ളത്. അപ്പൊ ഒരു പാരാബോളിക് ഷേപ്പിലായിരിക്കും ഈ ഒരു കേംബർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അടുത്തൊരു ടൈപ്പ് ഓഫ് കേംബർ ആണ് സ്ലോപ്പഡ് ഓർ സ്ട്രേറ്റ് ലൈൻ കേംബർ. ഇങ്ങനെ രണ്ടറ്റവും ഇതുപോലെ സ്ട്രേറ്റ് ആയിട്ട് വന്ന് മീറ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ കേംബർ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ സ്ലോപ്പഡ് ഓർ സ്ട്രേറ്റ് ലൈൻ കേംബർ എന്ന് വിളിക്കാറുള്ളത്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് കേംബർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക ഒരുപാട് വാട്ടർ പെനിട്രേഷൻ ഒന്നും ഇല്ലാത്ത റോഡ് സർഫസുകളിലാണ്. അതായത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള കേംബർ മതി എന്നുള്ള തരത്തിലുള്ള റോഡ് സർഫസുകളിലാണ് നമ്മളത് കൊടുക്കാറുള്ളത്. എസ്പെഷ്യലി സിമെന്റ് കോൺക്രീറ്റ് റോഡുകളിലൊക്കെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. മൂന്നാമത്തെ ടൈപ്പ് ഇവരുടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ ആണ്. അതിനെ നമ്മൾ കമ്പൈൻഡ് ഓർ കോമ്പോസിറ്റ് കേംബർ എന്നാണ് വിളിക്കാറുള്ളത്. ഇങ്ങനെ 3 രീതിയിൽ നമുക്കൊരു റോഡിൽ എന്ത് കൊടുക്കാൻ പറ്റും? കേംബറിനെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ പ്രത്യേകം ഓർക്കണം, ഒരു റോഡിന്റെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ലോപ്പിനെയാണ് നമ്മൾ കേംബർ എന്ന് വിളിക്കാറുള്ളത്.
ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സോ നമുക്ക് രണ്ടാമത്തെ ചോദ്യം, ഇതും എപ്പോഴും ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. So it is the distance traveled by a moving vehicle during total reaction time. Total reaction time നമ്മുടെ എന്താണ് വെഹിക്കിൾ മൂവ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് SSD അല്ലെ. SSD എന്ന് പറയുന്നത് ലാഗ് ഡിസ്റ്റൻസ് പ്ലസ് ബ്രേക്കിംഗ് ടൈം ആണ് എന്നറിയാം. അപ്പൊ എന്തായി സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ മുന്നിൽ ഒരു ഒബ്ജക്റ്റിന് ഒരു ഒബ്സ്ട്രക്ഷനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഇടിക്കാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ വണ്ടി നിർത്താനായിട്ട് പറ്റണം അല്ലെ, നിർത്താനായിട്ട് പറ്റണം. അല്ലെങ്കിൽ നമുക്ക് പറയാം, അതായത് ഒരു ഒബ്സ്ട്രക്ഷനെ നമ്മൾ കണ്ടാല് അതിനെ ഇടിക്കാത്ത രീതിയിൽ എനിക്ക് എങ്ങനെ എന്റെ വണ്ടി എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നുവോ ആ മിനിമം ഡിസ്റ്റൻസിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഞാൻ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കാറുണ്ട്. ഈ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലാഗ് ഡിസ്റ്റൻസിന്റെയും അതുപോലെ തന്നെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസിന്റെയും സം ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ ഇതിൽ എന്താണ് ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാഗ് ഡിസ്റ്റൻസ് എന്തായിട്ട് നമ്മൾ പറയാം, ലാഗ് ഡിസ്റ്റൻസ് അറിയാം ആ ടോട്ടൽ റിയാക്ഷൻ ടൈം. അതായത് നമ്മൾ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ തൊട്ട് മുന്നിൽ നമ്മളൊരു ഒബ്സ്ട്രക്ഷനെ കണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള നമ്മുടെ ആ ടോട്ടൽ റിയാക്ഷൻ ടൈമിനെ വിളിക്കുന്ന പേരാണ് ലാഗ് ഡിസ്റ്റൻസ് എന്നുള്ളത്. ദെൻ ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ ഡിസ്റ്റൻസ് നമ്മുടെ വണ്ടി മുന്നോട്ട് പോകാറുണ്ട് അല്ലെ, ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ ബ്രേക്കിംഗ് ഡിസ്റ്റൻസും എന്നാണ് വിളിക്കുക. ഇത് രണ്ടും കൂടി ചേർന്നതായിരിക്കും സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പ്രധാനമായും PIED തിയറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഒരു മനുഷ്യന്റെ പെർസെപ്ഷൻ, ഇന്റലക്ഷൻ, ഇമോഷൻ, വോളീഷൻ ഒക്കെ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും എന്തിരിക്കുന്നുണ്ടാവുക, ഈ ലാഗ് ഡിസ്റ്റൻസ് ഇരിക്കുന്നുണ്ട്. അപ്പൊ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ ആള് ആ ഒരു ഒബ്സ്ട്രക്ഷനെ കണ്ട വഴിക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യും. അപ്പൊ വളരെ കുറഞ്ഞ ലാഗ് ഡിസ്റ്റൻസ് മതി അവർക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. എന്നാൽ അധികം എക്സ്പേർട്ട് അല്ലാത്ത ഒരാളാണെങ്കിൽ എന്തായിരിക്കും, കുറച്ചധികം പാനിക് ആയി പോയാൽ കുറച്ചധികം ദൂരം പോയതിനു ശേഷം മാത്രമായിരിക്കും ചിലപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഈ ലാഗ് ഡിസ്റ്റൻസിന്റെയും ബ്രേക്കിംഗ് ഡിസ്റ്റൻസിന്റെയും സം ആയിട്ടാണ് നമ്മൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിനെ വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ IRC സജസ്റ്റ് ചെയ്യുന്ന ഒരു ഡ്രൈവറിന്റെ ഒരു ആവറേജ് ടോട്ടൽ റിയാക്ഷൻ ടൈം ആയിട്ട് നമ്മൾ പറയാറുള്ളത് 0.5 സെക്കൻഡ് മുതൽ 2.5 സെക്കൻഡ് വരെയാണ് ആവറേജ് റിയാക്ഷൻ ടൈം ഓഫ് എ ഡ്രൈവർ ആയിട്ട് IRC സജസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ പറയുന്ന സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എങ്ങനെയാ പറയാ, ഇക്വേഷൻ 0.278 dt പ്ലസ് v² ഡിവൈഡഡ് ബൈ 254 FLN. ഇതാണ് നമ്മളൊരു സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആയിട്ട് പറയാറുള്ളത്. ഓക്കെ, അപ്പൊ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ മൂവിംഗ് വെഹിക്കിൾ ഡ്യൂറിംഗ് ടോട്ടൽ റിയാക്ഷൻ ടൈം. ആ ടോട്ടൽ റിയാക്ഷൻ ടൈമിൽ അവർ മൂവ് ചെയ്തിട്ടുള്ള ടോട്ടൽ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാഗ് ഡിസ്റ്റൻസ് എന്നുള്ളത്. ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അവർ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സോ മൂന്നാമത്തെ ചോദ്യം ഇതാണ്, as per IRC the minimum length of overtaking zone should be. ചിലപ്പോൾ നമ്മൾ ഒരു ബ്രിഡ്ജിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ബ്രിഡ്ജിന് ഒരുപാട് വീതി ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവിടെയൊക്കെ നമുക്ക് എന്താണ് ഓവർടേക്കിംഗ് പ്രൊഹിബിറ്റഡ് ആയിരിക്കും. എന്നാൽ ചിലപ്പോൾ ഒരു ബ്രിഡ്ജിനോട് അടുക്കുന്ന സമയത്തോ ഒരു ബ്രിഡ്ജിൽ നിന്ന് പുറത്ത് കടക്കുന്ന സമയത്തോ ഒരു കുറച്ച് ദൂരം നമ്മൾ ഓവർടേക്കിങ്ങിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സോണുകളെയാണ് നമ്മൾ ഓവർടേക്കിംഗ് സോണുകളായിട്ട് പറയാറുള്ളത്. അപ്പൊ നോർമലി നമ്മളൊരു ഓവർടേക്കിംഗ് സോണിന് മിനിമം ലെങ്ത് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാറുള്ളത് 3 times of OSD ആണ്. മിനിമം ലെങ്ത് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഡിസൈറബിൾ ലെങ്ത് ഓഫ് OSD ആയിട്ട് നമ്മൾ കൊടുക്കാറുള്ളത് 5 times of OSD ആണ്. അപ്പോൾ ഓവർടേക്കിംഗ് സോണിൽ നമ്മൾ മിനിമം എത്രയാണോ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് അതിന്റെ 3 times ആണ് നമ്മൾ മിനിമം ലെങ്ത് ആയിട്ട് റെക്കമെൻഡ് ചെയ്യാറുള്ളത്. സോ മിനിമം ലെങ്ത് ഓഫ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 times of OSD ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഡിസൈറബിൾ ചോദിച്ചെങ്കിൽ 5 times of OSD എടുക്കാമായിരുന്നു. ഇവിടെ നമ്മളോട് ചോദിച്ചത് എന്താണ്, മിനിമം ആണ് ഇവിടെ നമ്മളോട് ചോദിച്ചത്. ഓക്കെ,
അപ്പം ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ കാര്യം കംപ്ലീറ്റ് ആയി. നാലാമത്തെ ചോദ്യം നമുക്കൊന്ന് കാണാം. നാലാമത്തെ ചോദ്യം ഓക്കെ, എന്താ നാലാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? So, which among the following are the reasons for extra widening of carriageway on horizontal circular curve? ഒരു horizontal circular curve ല നമ്മൾ എക്സ്ട്രാ വൈഡനിങ് പ്രൊവൈഡ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പഠിച്ചിട്ടുണ്ട്. എപ്പോഴാണ് എക്സ്ട്രാ വൈഡനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സിറ്റുവേഷൻ? എപ്പോഴാണ് നമ്മൾ എക്സ്ട്രാ വൈഡനിങ് ഒരു റോഡിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ റോഡിന്റെ റേഡിയസ് ഓഫ് കർവ് എന്ന് പറയുന്നത് ലെസ് ദാൻ 300 മീറ്റർ ആകുന്ന സമയത്താണ് നമ്മൾ ഒരു റോഡിൽ എന്ത് പ്രൊവൈഡ് ചെയ്യാറുള്ളത്? എക്സ്ട്രാ വൈഡനിങ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഈ എക്സ്ട്രാ വൈഡനിങ് എന്ന് പറയുന്നത് രണ്ട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മെക്കാനിക്കൽ വൈഡനിങ്ങും, രണ്ടാമത്തെ കാര്യം സൈക്കോളജിക്കൽ വൈഡനിങ്ങുമാണ്. അപ്പൊ എന്താ മെക്കാനിക്കൽ വൈഡനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫ്രണ്ട് വീലും ബാക്ക് വീലും ഡിഫറെന്റ് പാത്തിലാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഓഫ് ട്രാക്കിംഗ് എന്ന് പറയാറുള്ളത്. ഈ ഒരു ഓഫ് ട്രാക്കിംഗ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ വൈഡനിങ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ചില ഡ്രൈവർമാർക്ക് ഇവിടെ വണ്ടി ഒരു കർവ് തിരിക്കണമെങ്കിൽ അത്യാവശ്യം കുറച്ചധികം സ്പേസ് വേണ്ടി വരും. വലിയ വണ്ടികളൊക്കെ ആണെങ്കിൽ കുറച്ചധികം സ്പേസ് എടുത്തിട്ടായിരിക്കും നമ്മൾ വണ്ടിയെ തിരിച്ച് എടുക്കുന്നുണ്ടായിരിക്കാം. അപ്പം ഈ രണ്ട് ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുക? എക്സ്ട്രാ വൈഡനിങ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ നമ്മൾ പറയാറുണ്ട് എക്സ്ട്രാ വൈഡനിങ് ഈസ് ദ സം ഓഫ് മെക്കാനിക്കൽ വൈഡനിങ് ആൻഡ് സൈക്കോളജിക്കൽ വൈഡനിങ് എന്നാണ് പറയാറുള്ളത്. സോ എക്സ്ട്രാ വൈഡനിങ് ഇസ് NL square divided by 2R plus നമ്മൾ എന്താ പറയാ V by 9.5 root R എന്നാണ് പറയുക. ഇത് സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാം. മെക്കാനിക്കൽ വൈഡനിങ് ഓർ ഓഫ് ട്രാക്കിങ്ങോ ഇതും സൈക്കോളജിക്കൽ വൈഡനിങ് V by 9.5 root R ആണ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ ഒരു എക്സ്ട്രാ വൈഡനിങ് കൊടുക്കുന്ന സിറ്റുവേഷൻ റേഡിയസ് ഓഫ് കർവേച്ചർ ലെസ് ദാൻ 300 മീറ്റർ ആകുന്ന സിറ്റുവേഷനിലാണ്. ഇനി ഇത് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഒന്ന് ഓഫ് ട്രാക്കിംഗ് ഓഫ് വെഹിക്കിളിനെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡ്രൈവറിനെയുമാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ എന്താ ഓഫ് ട്രാക്കിംഗ് ഓഫ് വെഹിക്കിൾ? ഒരു വണ്ടിയുടെ ഫ്രണ്ടിലെ വീലിന്റെ പാത്തും ബാക്കിലെ വീലിന്റെ പാത്തും ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഡിഫറെന്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, ഡിഫറെന്റ് പാത്താണ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് ഓഫ് ട്രാക്കിംഗ് എന്ന് വിളിക്കുക. അപ്പൊ ഓഫ് ട്രാക്കിംഗ് വരികയാണ് എന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരാം? എക്സ്ട്രാ വൈഡനിങ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരാം. ഓക്കെ, അപ്പൊ ആണെങ്കിൽ എന്ത് ഇവിടെ ആൻസർ ആയിട്ട് വരാം? വിച്ച് among the following are the reasons for extra widening of carriageway on horizontal circular curve? So the to account for off tracking of vehicle at curve. ശരിയാ, ഓഫ് ട്രാക്കിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡ്രൈവറിന്റെ സൈക്കോളജിക്കൽ റീസണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഈസ്തെറ്റിക് അപ്പിയറൻസ് അല്ല ഓവർടേക്കിംഗ് സോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതിനുമല്ല. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മളൊരു റോഡിൽ എക്സ്ട്രാ വൈഡനിങ് കൊടുക്കുക. അപ്പൊ നമ്മുടെ ആൻസർ 1ഉം 2ഉം ആണ്. 1 and 2 ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അഞ്ചാമത്തെ ചോദ്യം ഓക്കെ, എന്താണ് അഞ്ചാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം? അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, സോ അഞ്ചാമത്തെ ചോദ്യം കുറച്ച് സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഈ സ്റ്റേറ്റ്മെന്റുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഫ്ലെക്സിബിൾ പേയ്മെന്റ്. ഓക്കെ, ഫ്ലെക്സിബിൾ പേയ്മെന്റിൽ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ട്രെങ്ത് ഓഫ് ദ സബ്ഗ്രേഡ് സോയിൽ ഇൻഫ്ലുവൻസസ് ദ ഡിസൈൻ തിക്നെസ്. നമുക്കറിയാം ഒരു പേയ്മെന്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് സബ്ഗ്രേഡ് സോയിലിന്റെ സ്ട്രെങ്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സബ്ഗ്രേഡ് സോയിലിന്റെ സ്ട്രെങ്ത് എത്രയുണ്ടോ അതിനനുസരിച്ചായിരിക്കും ആ പേയ്മെന്റിന്റെ തിക്നെസ് എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ശരിയാണ്. ഫ്ലെക്സിബിൾ പേയ്മെന്റ് റെസിസ്റ്റ് ലോഡ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഫ്ലെക്ചറൽ സ്ട്രെങ്ത്. തെറ്റാണ് അല്ലെ? ഒരു ഫ്ലെക്സിബിൾ പേയ്മെന്റിന് ഫ്ലെക്ചറൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെന്താണ്? ഫ്ലെക്സിബിൾ പേയ്മെന്റ് അണ്ടർഗോ ഡിഫോർമേഷൻ അണ്ടർ ലോഡിംഗ്. ശരിയല്ലേ? ഒരു ഫ്ലെക്സിബിൾ പേയ്മെന്റിന്റെ ടോപ്പ് ലോഡ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ ഡിഫോർമേഷൻസ്, ഓരോ ലെയറുകൾക്കും ഡിഫോർമേഷൻസ് സംഭവിക്കുന്നുണ്ട്. ശരിയാണ്. The maximum intensity of the stresses occurs in the
ടോപ്പ് ഓഫ് ദ പേയ്മെന്റിന്റെ ടോപ്പില് ആണ് മാക്സിമം സ്ട്രെസ് എഫക്ട്, സ്ട്രെസ്സിന്റെ എഫക്ട് ഉണ്ടാകുന്നത് എവിടെയായിരിക്കും? പേയ്മെന്റിന്റെ ടോപ്പിലാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും നാലാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഫ്ലെക്സിബിൾ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ, ഒരു ഫ്ലെക്സിബിൾ പേയ്മെന്റില് നമ്മുടെ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നടക്കുന്നുണ്ടാവുക? ഓരോ ഇൻഡിവിജ്വൽ ഗ്രെയിനിൽ നിന്ന് ഗ്രെയിനിലേക്ക് ആയിരിക്കും ലോഡ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടാവുക. ഗ്രെയിൻ ടു ഗ്രെയിൻ ട്രാൻസ്ഫർ ആണ് എവിടെ നടക്കുന്നുണ്ടാവുക? ഒരു ഫ്ലെക്സിബിൾ പേയ്മെന്റിൽ നടക്കുന്നുണ്ടായിരിക്കാം. മാത്രമല്ല അവിടുത്തെ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ഏത് പാറ്റേണിലാണ് ഉണ്ടാവുക? നിങ്ങൾക്കറിയാം സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണെന്ന് അറിയാം? ലോഡ് ബൈ ഏരിയ ആണെന്ന് അറിയാം അല്ലെ. അതായത് ഏരിയ കൂടുന്തോറും സ്ട്രെസ് കുറയുന്നു എന്നാണ് ഇതുകൊണ്ട് മീൻ ചെയ്യണേ. അപ്പൊ ഒരു ഫ്ലെക്സിബിൾ പേയ്മെന്റില് ഒരു ലോഡ് വരുന്ന സമയത്ത് ഒരു ട്രങ്കേറ്റഡ് കോണിന്റെ ഷേപ്പിലാണ് അവിടെ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ടാവുക. അതായത് ടോപ്പിലുള്ള ലെയറുകളില് സ്ട്രെസ് കൂടുതലും താഴ്ത്തോട്ട് വരുന്തോറും ഏരിയ കൂടുന്നത് കൊണ്ട് താഴ്ത്തോട്ട് വരുന്തോറും ഏരിയ കുറവാണ് എന്നുള്ള അസംഷനിലാണ് നമ്മൾ ഏത് പേയ്മെന്റിൽ പറയുക? ഫ്ലെക്സിബിൾ പേയ്മെന്റിൽ പറയാം. ഓക്കെ, മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മാക്സിമം ഇന്റൻസിറ്റി എന്ന് പറയുന്ന പേയ്മെന്റിന്റെ ടോപ്പ് ലെയറിലാണ് എക്സിബിറ്റ് ചെയ്യാനായിട്ട് പറയാനുള്ള റീസൺ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഗ്രെയിൻ ടു ഗ്രെയിൻ ട്രാൻസ്ഫർ ഓഫ് ലോഡ് ആണ് ഇവിടെ നടക്കുക, ഒരു ഫ്ലെക്സിബിൾ പേയ്മെന്റ് നടക്കുക. റിജിഡ് പേയ്മെന്റ് ആണെങ്കിൽ അവിടെ ഒരു സ്ലാബ് ആക്ഷൻ വഴിയായിരിക്കും ലോഡ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ആൻസർ കിട്ടിയല്ലോ. ആറാമത്തെ ചോദ്യം നമുക്ക് കാണാം. ആറാമത്തെ ചോദ്യം എന്തായിരിക്കും? ആറാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഇത് സ്ഥിരമായിട്ട് എക്സാം ഒക്കെ സ്ഥിരമായിട്ട് എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. കാരണം PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഗ്രേഡിയന്റിൽ നിന്നുള്ള ഒരു ചോദ്യം. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഗ്രേഡിയന്റ് അലോങ് വിച്ച് ദ വെഹിക്കിൾ ഡസ് നോട്ട് റിക്വയർ എനി ട്രാക്റ്റീവ് എഫോർട്ട് ടു മെയിൻറ്റെയിൻ എ സ്പെസിഫിക് സ്പീഡ്. സോ നമ്മളൊരു റോഡിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്ലോപ്പിനെയാണ് അല്ലെ നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? ഗ്രേഡിയന്റുകൾ എന്ന് വിളിക്കാറുള്ളത്. ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ കൊടുക്കുന്ന സ്ലോപ്സ് ആണ് ഗ്രേഡിയന്റുകൾ എന്ന് നമ്മൾ പറയാറുള്ളത്. ഈ ഗ്രേഡിയന്റുകൾ നമുക്ക് പല രീതിയിൽ ഒരു റോഡിൽ കൊടുക്കാം. അപ്പൊ ഒരു ഡിസൈനർക്ക് ഒരു റോഡിൽ കൊടുക്കാനായിട്ട് പറ്റുന്ന മാക്സിമം ആയിട്ടുള്ള ഗ്രേഡിയന്റിനെയാണ് നമ്മൾ എപ്പോഴും എന്ത് വിളിക്കാറുള്ളത്? റൂളിംഗ് ഗ്രേഡിയന്റ് എന്ന് വിളിക്കാറുള്ളത്. റൂളിംഗ് ഗ്രേഡിയന്റ് എന്ന് വിളിക്കാറുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അവരെ ഡിസൈൻ ഗ്രേഡിയന്റ് എന്ന് വിളിക്കാറുണ്ട്. ഒരു ഡിസൈനർക്ക് ഒരു റോഡിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മാക്സിമം ആയിട്ടുള്ള ഗ്രേഡിയന്റിനെയാണ് നമ്മൾ റൂളിംഗ് ഓർ ഡിസൈൻ ഗ്രേഡിയന്റ് എന്നുള്ള പേരിട്ടിട്ട് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു ഗ്രേഡിയന്റ് ആണെങ്കിൽ നമ്മുടെ ഡ്രൈവർക്ക് എക്സ്ട്രാ അഡീഷണൽ എഫേർട്ട് ഒന്നും വേണ്ട. എല്ലാ ടൈപ്പ് ഓഫ് വെഹിക്കിൾസിനും ഈസി ആയിട്ട് ആ റോഡിലൂടെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈ റൂളിംഗ് ഗ്രേഡിയന്റ് പ്രൊവൈഡ് ചെയ്താലുള്ള പ്രത്യേകത. ഇനി എന്താണ്? ചിലപ്പോൾ ചില ടോപ്പോഗ്രാഫി കാരണം ഇപ്പൊ ഒരു ഹില്ലി ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ റൂളിംഗ് ഗ്രേഡിയന്റ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഒട്ടും എക്കണോമിക്കൽ ആയിട്ട് വരില്ല. ഒരുപാട് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഒരു ടോപ്പോഗ്രാഫി കാരണം കൊണ്ട് നമുക്ക് റൂളിംഗ് ഗ്രേഡിയന്റ് കൊടുക്കാൻ പറ്റാതെ പകരം നമ്മൾ എന്ത് ചെയ്യാണ്? റൂളിംഗ് ഗ്രേഡിയന്റിനേക്കാളും സ്റ്റീപ്പർ ആയിട്ടുള്ള ഒരു ഗ്രേഡിയന്റ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രേഡിയന്റിനെയാണ് ലിമിറ്റിംഗ് ഗ്രേഡിയന്റ് എന്ന് വിളിക്കാറുള്ളത്. ലിമിറ്റിംഗ് ഗ്രേഡിയന്റ് എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, ഈ ലിമിറ്റിംഗ് ഗ്രേഡിയന്റിനെ നമ്മൾ മാക്സിമം ഗ്രേഡിയന്റ് എന്നുള്ള പേരും കൂടി വിളിക്കാറുണ്ട്. ഇനി ചില അൺഅവോയ്ഡബിൾ സിറ്റുവേഷൻസ് വരാം. അതായത് ഒരു റോഡിനെയും ഒരു ബ്രിഡ്ജിനെയും തമ്മിൽ നമുക്ക് മീറ്റ് ചെയ്യാം. അങ്ങനെ ഒരു അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ റൂളിംഗ് ഗ്രേഡിയന്റോ ലിമിറ്റിംഗ് ഗ്രേഡിയന്റോ കൊടുക്കാൻ പറ്റണമെന്നില്ല. അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഗ്രേഡിയന്റ് ആ സിറ്റുവേഷനിൽ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരാം. അങ്ങനെ കൊടുക്കുന്ന ഗ്രേഡിയന്റിനെ നമ്മൾ എക്സെപ്ഷണൽ ഗ്രേഡിയന്റ് എന്നാണ് വിളിക്കാറുള്ളത്. എക്സെപ്ഷണൽ ഗ്രേഡിയന്റ് എന്നാണ് വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ഗ്രേഡിയന്റ് റൂളിംഗ് ഗ്രേഡിയന്റ് ആണ്. അതിനേക്കാൾ പുറമെ നമ്മൾ ലിമിറ്റിംഗ് ഗ്രേഡിയന്റും എക്സെപ്ഷണൽ ഗ്രേഡിയന്റുകളും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇനി ഏതൊരു റോഡും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏതൊരു റോഡിലും നമുക്കൊരു ഡ്രെയിനേജിന് വേണ്ടി നമ്മൾ മിനിമം ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രേഡിയന്റിനെയാണ് മിനിമം ഗ്രേഡിയന്റ് എന്ന് വിളിക്കാം. നമ്മൾ ഡ്രെയിനേജിന് വേണ്ടിയിട്ട്
ഏതൊരു റോഡിലും മിനിമം ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രേഡിയന്റിനെ മിനിമം ഗ്രേഡിയന്റ് എന്നാണ് വിളിക്കുക. 1/200 ആണ് നമ്മൾ മിനിമം ഗ്രേഡിയന്റ് ആയിട്ട് ഒരു റോഡിൽ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഇനി ഈ റൂളിംഗ് ഗ്രേഡിയന്റിന്റെയും ലിമിറ്റിംഗ് ഗ്രേഡിയന്റിന്റെയും വാല്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ടേബിൾ എക്സാമിന് എപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ് കേട്ടോ. അത് പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ്റെ ആണ് അധികവും കാണുക. ഒരു പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റൂളിംഗ് ഗ്രേഡിയന്റ്, ലിമിറ്റിംഗ് ഗ്രേഡിയന്റ്, എക്സെപ്ഷണൽ ഗ്രേഡിയന്റ് 1/30, 1/20, 1/15 ഇങ്ങനെയായിരിക്കും നമ്മൾ 3 ഗ്രേഡിയന്റുകളെ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈനില് റൂളിംഗ് ഗ്രേഡിയന്റ്, ലിമിറ്റിംഗ് ഗ്രേഡിയന്റ്, എക്സെപ്ഷണൽ ഗ്രേഡിയന്റ്, ഇത് 3 ഇങ്ങനെയായിരിക്കും ഈ ഒരു റേഞ്ചിലാണ് പ്രൊവൈഡ് ചെയ്ത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈനില് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതൊരു മൗണ്ടൈനസ് ടെറൈൻ ആണെങ്കിൽ, മൗണ്ടൈനസ് ആണെങ്കിൽ പഠിക്കാൻ എളുപ്പം എങ്ങനെയാണ് 5, 6, 7. ഇതൊരു സ്റ്റീപ്പ് ആയിട്ടുള്ള ടെറൈൻ ആണെങ്കിൽ 6, 7, 8 ഇങ്ങനെയായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യാം, റൂളിംഗ് ഗ്രേഡിയന്റിനെ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഇതില് പ്ലെയിൻ ആൻഡ് റൂളിംഗ് ടെറൈനിൻ്റെത് ഇപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. റൂളിംഗ് ഗ്രേഡിയന്റ് എത്രയാണ്, ലിമിറ്റിംഗ് ഗ്രേഡിയന്റ് എത്രയാണ്, എക്സെപ്ഷണൽ ഗ്രേഡിയന്റ് എത്രയാണ് ചോദിക്കാൻ കൂടുതലും റൂളിംഗ് ഗ്രേഡിയന്റിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് കാണാറുള്ളത്. റൂളിംഗ് ഗ്രേഡിയന്റിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് അധികവും കാണാറുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് വരാം. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? A gradient along which the vehicle does not require any tractive effort to maintain a specific speed. ഒരു സ്പെസിഫിക് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രത്യേകിച്ച് ട്രാക്റ്റീവ് എഫേർട്ട് ഒന്നും വേണ്ടെങ്കിൽ അത് ഏത് ഗ്രേഡിയന്റ്? ഇപ്പൊ നമ്മൾ പറഞ്ഞ ഗ്രേഡിയന്റുകളൊന്നും അല്ല ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഗ്രേഡിയന്റിനെ നമ്മൾ ഫ്ലോട്ടിംഗ് ഗ്രേഡിയന്റ് എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു ഗ്രേഡിയന്റിനെ നമ്മൾ ഫ്ലോട്ടിംഗ് ഗ്രേഡിയന്റ് എന്നാണ് വിളിക്കാറുള്ളത്. എന്താ ഫ്ലോട്ടിംഗ് ഗ്രേഡിയന്റ്? നമ്മളൊരു ഇറക്കം ഇറങ്ങി പോവാന്ന് വിചാരിക്കുക, എന്നിട്ട് ഒരു കയറ്റം കയറുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സ്പീഡിലാണോ ഇവർ ഇറക്കം ഇറങ്ങി വന്നത് അതേ സ്പീഡിൽ വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ഡിസ്റ്റൻസ് മുന്നോട്ട് പോകാൻ പറ്റും. എക്സ്ട്രാ ട്രാക്റ്റീവ് എഫേർട്ട് ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരില്ല. ആ രീതിയിൽ കൊടുക്കുന്ന ഗ്രേഡിയന്റിനെ നമ്മൾ ഫ്ലോട്ടിംഗ് ഗ്രേഡിയന്റ് എന്നാണ് വിളിക്കുക. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഫ്ലോട്ടിംഗ് ഗ്രേഡിയന്റ് ആണ്. ഓക്കെ, നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? 7ാമത്തെ ചോദ്യം കാണാം. 7ാമത്തെ ചോദ്യം ഇതാണ്. A transition curve is essentially used to. നമ്മൾ ഒരു ഹൈവേയില് നമ്മൾ കർവ്സിനെ കുറിച്ച് പഠിക്കാറുണ്ട് അല്ലെ. കർവുകള് പ്രധാനമായിട്ടും 2 രീതിയിലുണ്ടെന്നാണ് നമ്മൾ പറയാറുള്ളത്. ഏതൊക്കെയാണ് നമ്മൾ 2 കർവ്സ് ആയിട്ട് പറയാറുള്ളത്? ഹൊറിസോണ്ടലിയും നമ്മൾ കർവുകൾ കൊടുക്കാറുണ്ട്, വെർട്ടിക്കലിയും നമ്മൾ കർവുകൾ ഒരു റോഡിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഹൊറിസോണ്ടൽ കർവുകളെ നമ്മൾ എന്തിനാ കൊടുക്കുന്നത്? ഡയറക്ഷൻ ചേഞ്ചുകൾക്ക് വേണ്ടിയിട്ടും. വെർട്ടിക്കൽ കർവുകളെ പൊതുവെ ഗ്രേഡിയന്റ് ചേഞ്ചുകൾക്കുമാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അതിൽ ഹൊറിസോണ്ടൽ കർവുകൾക്ക് എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ സിമ്പിൾ കർവ്, അതുപോലെ കോമ്പൗണ്ട് കർവ്, റിവേഴ്സ് കർവ്, ട്രാൻസിഷൻ കർവ് എന്നിവയൊക്കെ പറയാറുള്ളത്. വെർട്ടിക്കൽ കർവുകളിൽ വരുന്നവരാണ് സമ്മിറ്റ് കർവും അതുപോലെ തന്നെ വാലി കർവും. അത് നമുക്കറിയാം. എന്താണ് ഒരു സിമ്പിൾ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? 2 സ്ട്രെയിറ്റ് റോഡുകളെ ഒരു സിമ്പിൾ സർക്കുലർ കർവ് വെച്ച് നമ്മൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ സിമ്പിൾ കർവ് എന്നാണ് പറയാറുള്ളത് അല്ലെ. 2 സ്ട്രെയിറ്റ് റോഡുകളെ 2 ഡിഫറെന്റ് റേഡിയസ് ഉള്ള സർക്കിൾസ് വെച്ച് നമ്മൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് വിളിക്കും? കോമ്പൗണ്ട് കർവുകൾ എന്ന് വിളിക്കാറുണ്ട്. 2 പാരലൽ ആയിട്ടുള്ള റോഡുകളെ ഒരു റിവേഴ്സ് ആയിട്ടുള്ള കർവ് വെച്ച് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ റിവേഴ്സ് കർവ് എന്നാണ് വിളിക്കാറുള്ളത്. ഇതിവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ട്രാൻസിഷൻ കർവ് എന്താണ്? ഒരു സ്ട്രെയിറ്റ് പാത്തും ഒരു സർക്കുലർ പാത്തും ഉണ്ടെങ്കിൽ ഈ സ്ട്രെയിറ്റ് പാത്തിനെയും സർക്കുലർ പാത്തിനെയും നമ്മൾ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കർവിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ കർവ് എന്നുള്ളത്. ഒരു സ്ട്രെയിറ്റ് പാത്തിനും സർക്കുലർ പാത്തിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഒരു ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? പെട്ടെന്ന് തന്നെ നമ്മളൊരു സർക്കുലർ പാത്തിലേക്ക് കൊടുക്കുമ്പോൾ അവിടുത്തെ സൂപ്പർ എലിവേഷൻ ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് വണ്ടി കയറ്റി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ പയ്യെ എന്ത് ചെയ്യാണ്? നമ്മൾ പതുക്കെ ഈ ഒരു കർവിനെ നമ്മൾ ഈ ഒരു സർക്കുലർ കർവിലോട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ട്രാൻസിഷൻ കർവ് കൊടുക്കുന്നത്. അപ്പൊ ഈ ട്രാൻസിഷൻ കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് നമ്മുടെ സൂപ്പർ എലിവേഷന്റെ വാല്യൂ 0യും ട്രാൻസിഷൻ കർവ് എൻഡ് ചെയ്യുന്ന ഭാഗത്ത് സൂപ്പർ എലിവേഷന്റെ വാല്യൂ മാക്സിമവും ആയിരിക്കും.
ഈ ട്രാൻസിഷൻ കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് നമ്മുടെ കർവിന്റെ റേഡിയസ് ഇൻഫിനിറ്റിയും ട്രാൻസിഷൻ കർവ് അവസാനിക്കുന്ന ഭാഗത്ത് സർക്കുലാർ കർവിന്റെ റേഡിയസിനോട് ഈക്വൽ ആയിരിക്കും നമ്മുടെ ട്രാൻസിഷൻ കർവിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഈ ഒരു ട്രാൻസിഷൻ കർവുകൾ തന്നെ പല ടൈപ്പിലുള്ള ട്രാൻസിഷൻ കർവ്സ് ഉണ്ട്, പലതരത്തിലുള്ള ട്രാൻസിഷൻ കർവ്സ് ഉണ്ട്. അതിൽ തന്നെ നമ്മൾ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ട്രാൻസിഷൻ കർവ് ആയിട്ട് പറയുന്നതാണ് സ്പൈറൽ ഓർ ക്ലോത്തോയിഡ്. സ്പൈറൽ അല്ലെങ്കിൽ ക്ലോത്തോയിഡിനെയാണ് നമ്മൾ ഒരു ഐഡിയൽ ട്രാൻസിഷൻ കർവ് ആയിട്ട് വിളിക്കാനുള്ളത്. ഇനി എന്താണ് മറ്റൊരു ടൈപ്പ് ഓഫ് ട്രാൻസിഷൻ കർവ് ആണ് ലെമിനിസ്കേറ്റ്. മോഡേൺ ഹൈവേസിലാണ് നമ്മൾ ലെമിനിസ്കേറ്റിനെ പ്രിഫർ ചെയ്യാറുള്ളത്. ഒരു ഐഡിയൽ ട്രാൻസിഷൻ കർവ് ഏതാണെന്ന് ചോദിച്ചാൽ സ്പൈറൽ അല്ലെങ്കിൽ ക്ലോത്തോയിഡ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. ദ റിഫ്ലക്ഷൻ ക്രാക്കിംഗ് വാസ് ഒബ്സർവ്ഡ് ഇൻ. റിഫ്ലക്ഷൻ ക്രാക്കിംഗ് കാണുന്നത് എവിടെയാണ്? സോ റിഫ്ലക്ഷൻ ക്രാക്കിംഗ് നമ്മുടെ ഫ്ലെക്സിബിൾ പേയ്മെന്റിൽ കാണപ്പെടുന്ന ഒരു ഡിഫക്റ്റ് ആണ് ഈ ഒരു റിഫ്ലക്ഷൻ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ലോഡിംഗ് ആക്ഷൻസ് വരുന്ന സമയത്ത് ആണ് നമുക്കിത് കാണാറുള്ളത്. അപ്പൊ മെയിൻ ആയിട്ട് ഇത് എവിടെയാണ് കാണപ്പെടുക എന്ന് ചോദിച്ചാൽ നമ്മളൊരു റിജിഡ് പേയ്മെന്റിന്റെ മുകളിൽ ഒരു ബിറ്റുമിനസ് ഓവർലേ കൊടുക്കുകയാണെങ്കിൽ അവിടെ ആയിരിക്കും നമുക്ക് എന്ത് കാണാൻ പറ്റാം? ഈ പറയുന്ന റിഫ്ലക്ഷൻ ക്രാക്കിംഗ് എന്ന് പറയുന്ന ഡിഫക്റ്റ് കാണാറുള്ളത്. പിന്നെ ഒരു ഫ്ലെക്സിബിൾ പേയ്മെന്റ് ഡിഫക്റ്റ് എന്നത് ചോദിച്ചു വരുന്ന മറ്റൊരു ചോദ്യമാണ് റട്ടിംഗ് എന്താണെന്നുള്ളത്. അതായത് ഒരു സെയിം പാത്തിലൂടെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു വെഹിക്കിള് പോയി സെയിം പാത്തിലൂടെ പോയിട്ട് അവിടെ എന്തുണ്ടാവാണ്? അവിടെ നമ്മുടെ ഒരു ഡിഫോർമേഷൻ അല്ലെങ്കിൽ ആ വീൽ പാത്ത് വിസിബിൾ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് റട്ടിംഗ് എന്നത്. റട്ടിംഗ് എന്നാണ്, അല്ലെങ്കിൽ കൺസോളിഡേഷൻ ഡിഫോർമേഷൻ എന്ന് നമ്മൾ ആ ഒരു ടൈപ്പ് ഡിഫക്റ്റിനെ വിളിക്കാറുണ്ട്. ഇനി നമ്മുടെ റോഡില് ബൗൾ ഷേപ്പിലുള്ള ഹോളുകൾ കാണപ്പെടുന്ന ഡിഫക്റ്റിനെ നമ്മൾ പോട്ട് ഹോൾസ് എന്നാണ് വിളിക്കാറുള്ളത് കേട്ടോ. ഇതെല്ലാം എവിടെ വരുന്നതാണ്? ഇതെല്ലാം ഒരു ഫ്ലെക്സിബിൾ പേയ്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ പറയപ്പെടുന്ന ഡിഫക്റ്റുകളാണ്. ഒൻപതാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 9th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബിറ്റുമെന്റെ ഒരു ആപ്ലിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. The thin layer of bitumen coating between an existing bituminous layer and a new bituminous layer. ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിറ്റുമിനസ് ലെയറിന് മുകളിൽ ഒരു പുതിയ ബിറ്റുമിനസ് കോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനെ ആ ഒരു ആപ്ലിക്കേഷൻ ഓഫ് ബിറ്റുമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്ക് കോട്ട്. ഇത് എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ടാക്ക് കോട്ട് എന്നാണ് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷനെ വിളിക്കുന്ന പേര്. ഓക്കെ, ലാസ്റ്റ് 10ാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. 10ാമത്തെ ക്വസ്റ്റ്യൻ ട്രാഫിക് എഞ്ചിനീയറിംഗിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. അവിടെ നിന്ന് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യമാണ്. ട്രാഫിക് കപ്പാസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾക്ക് അറിയാം എന്താണ് ട്രാഫിക് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തിനാണ് നമ്മൾ ട്രാഫിക് കപ്പാസിറ്റി എന്ന് വിളിക്കാറുള്ളത്? നമുക്ക് ഒരു റോഡില് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന മാക്സിമം ട്രാഫിക് വോളിയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അല്ലെ ട്രാഫിക് കപ്പാസിറ്റി. ഒരു റോഡിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ട്രാഫിക് വോളിയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാഫിക് കപ്പാസിറ്റി എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ട്രാഫിക് കപ്പാസിറ്റിയെ നമുക്ക് പലതരത്തിൽ പറയാം. അതിൽ പറയുന്ന ആദ്യത്തെ ട്രാഫിക് കപ്പാസിറ്റി ആണ് ബേസിക് ഓർ തിയററ്റിക്കൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. എന്താ ഈ ഒരു ബേസിക് ഓർ തിയററ്റിക്കൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു ഐഡിയൽ റോഡ് വേ കണ്ടീഷനിൽ ഒരു മണിക്കൂറില് ഒരു റോഡിലൂടെ മാക്സിമം എത്ര നമ്പർ ഓഫ് പാസഞ്ചർ കാറുകൾക്ക് പാസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബേസിക് ഓർ തിയററ്റിക്കൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഒരു ഐഡിയൽ റോഡ് വേ കണ്ടീഷനിൽ ഒരു മണിക്കൂറില് മാക്സിമം എത്ര പാസഞ്ചർ കാറുകൾക്ക് പോകാനായിട്ട് പറ്റുന്നുണ്ടോ അതിനെ നമ്മൾ ബേസിക് ഓർ തിയററ്റിക്കൽ കപ്പാസിറ്റി എന്ന് പറയും. ഇനി മറ്റൊരു കപ്പാസിറ്റി ആണ് പോസിബിൾ കപ്പാസിറ്റി. പോസിബിൾ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിബിൾ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ റോഡ് വേ കണ്ടീഷനിൽ ഒരു മണിക്കൂറിൽ എത്ര വണ്ടികൾക്ക് മാക്സിമം എത്ര വണ്ടികൾക്ക് പോകാൻ പറ്റുന്നുണ്ടോ അതിനെ നമുക്ക് പോസിബിൾ കപ്പാസിറ്റി എന്ന് വിളിക്കാം. ഇനി അടുത്തതാണ് പ്രാക്ടിക്കൽ ഓർ ഡിസൈൻ കപ്പാസിറ്റി. അതെന്താ പ്രാക്ടിക്കൽ ഓർ ഡിസൈൻ കപ്പാസിറ്റി? 1 hourല്
ഐഡിയൽ റോഡ്വേ കണ്ടീഷനിൽ മാക്സിമം എത്ര വണ്ടികൾക്ക് പോകാൻ പറ്റുന്നോ അതിനെ നമുക്ക് പോസിബിൾ ഓർ പ്രാക്ടിക്കൽ കപ്പാസിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പൊ 3 രീതിയിലാണ് എന്താണ് ട്രാഫിക് കപ്പാസിറ്റി എന്ന് ചോദിക്കാം. ഒരു റോഡിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ട്രാഫിക് വോളിയത്തിനെ നമുക്ക് ട്രാഫിക് കപ്പാസിറ്റി ആയിട്ട് പറയാനായിട്ട് പറ്റുന്നു. അതിൽ തന്നെ ബേസിക് കപ്പാസിറ്റി ഓർ തിയററ്റിക്കൽ കപ്പാസിറ്റി ഉണ്ട്, പോസിബിൾ കപ്പാസിറ്റി വരുന്നുണ്ട്. പോസിബിൾ കപ്പാസിറ്റിയെ നമുക്ക് പോസിബിൾ കപ്പാസിറ്റി വരുന്നുണ്ട്. ദെൻ പ്രാക്ടിക്കലോ എന്ത് വരുന്നുണ്ട്, പ്രാക്ടിക്കലോ ഡിസൈൻ കപ്പാസിറ്റി വരുന്നുണ്ട്. സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കപ്പാസിറ്റി റെപ്രസെന്റ് ദ മാക്സിമം നമ്പർ ഓഫ് പാസഞ്ചർ കാർ ദാറ്റ് പാസ് എ ഗിവൺ പോയിന്റ് ഓൺ ലെയിൻ റോഡ്വേ ഡ്യൂറിംഗ് 1 hour അണ്ടർ ദ മോസ്റ്റ് നിയർലി ഐഡിയൽ കണ്ടീഷൻ. ഐഡിയൽ കണ്ടീഷനിൽ 1 മണിക്കൂറിൽ മാക്സിമം എത്ര പാസഞ്ചർ കാറുകൾക്ക് പോകാൻ പറ്റുന്നുണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിച്ചത്, അതിനെയാണ് നമ്മൾ ബേസിക് ഓർ തിയററ്റിക്കൽ കപ്പാസിറ്റി എന്ന് വിളിച്ചത്. ഈ ബേസിക് ഓർ തിയററ്റിക്കൽ കപ്പാസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 1000 V/S എന്ന് പറഞ്ഞാൽ. ഇതിൽ എസ് എന്താ, വണ്ടികൾക്ക് ഇടയിലുള്ള സെന്റർ ടു സെന്റർ സ്പേസിംഗ് ആണ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതും സ്ഥിരമായിട്ട് ട്രാഫിക് എഞ്ചിനീയറിംഗിന്റെ ഭാഗത്ത് നിന്ന് കാണപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇതിലെ തന്നെ കുറച്ച് അധികം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും എക്സാമിന് വേണ്ടി ഇപ്പം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഇപ്പൊ എക്സാം ഏകദേശം അടുക്കാറായിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇനിയിപ്പോ നമുക്കൊരു റിവിഷൻ എന്നുള്ളത് ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും, താല്പര്യപ്പെടുന്നവരുണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെ റിവിഷൻ ചെയ്യണം എന്ന് താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സൈലം ടെക്നിക്കലിന്റെ ഒരു ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജൂൺ 4 മുതലാണ് നമ്മുടെ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ സിലബസിലെ കവർ ചെയ്യുന്ന രീതിയിൽ ഫുൾ പോർഷന്റെയും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും നമ്മൾ ലൈവ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു സെഷനിലൂടെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ ഒരു എന്താ പറയാ, നമ്മുടെ ഈ ഒരു ഓവർസിയർ റാങ്ക് ബൂസ്റ്റർ ബാച്ച് എന്നാണ് ഈ ഒരു ബാച്ചിന്റെ പേര്. അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 200 പേർക്ക് 499 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കിട്ടുന്നുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് ഓവർസിയർ 1st, 2nd, 3rd ഗ്രേഡ് ലെവലിലുള്ള എല്ലാ എക്സാംസിനും പറ്റിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും നമ്മൾ ഇതോടൊപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ A-level എക്സാമിന് ഇപ്പൊ LSTD പോലെയുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സസിന്റെ കംപ്ലീറ്റ് റെക്കോർഡഡ് ക്ലാസ്സസിന്റെ ഒരു കോഴ്സും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ A-level ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും കംപ്ലീറ്റ് റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇതോടൊപ്പം തന്നെ ഓരോ സബ്ജക്റ്റിൽ നിന്നും വരുന്ന ടെസ്റ്റ് സീരീസുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഇതോടുകൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു കോഴ്സിന് നമ്മൾ ഓഫർ ചെയ്യുന്നത് 1,999 ആണ്. എക്സാം വരെ ആയിരിക്കും വാലിഡിറ്റി ഉണ്ടായിരിക്കുക. ഈ 2 കോഴ്സും നിങ്ങൾക്ക് ഇപ്പം ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഓവർസിയർ എക്സാംസും A എക്സാംസും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടായിരിക്കും ഈ ഒരു കോഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. അപ്പൊ സമയം ഇനി കുറവാണ്, പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇതുപോലെ നമ്മുടെ ഓവർസിയർ എക്സാമിന് ചോദിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് you.